അസ്സലാമു അലൈക്കും. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ നേരെ കണ്ടിന്യൂഷനാണ്. ഇപ്പോൾ നമ്മളൊക്കെ ഒരു ജീവിതം ജീവിക്കുകയാണ്. നമ്മളൊരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏവറേജ് ഒരു 70-75 ഒരു വർഷം നമ്മൾ ജീവിക്കുകയാണ് ഇവിടെ. അതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നവരുണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു ഏവറേജ് എടുക്കുകയാണ്. എന്ത് സംഭവിക്കുക നമുക്കറിയില്ലല്ലോ ലൈഫിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിൽ നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമായിരിക്കും. നമ്മളെ കോൺഷ്യൻസ് എന്ന് പറയുന്ന കാര്യമാണ്. അതായത് നമ്മളൊരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള കഴിവുണ്ട്. അത് പഠിച്ചവൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളെങ്ങനെ ജീവിക്കുന്നതെന്ന് നമ്മൾ തീരുമാനിക്കണം, അല്ലേ? അപ്പോൾ ആ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് നമ്മളുടെ ഒരു കരിയറാണ്, അല്ലേ? എന്ത് കരിയർ നമ്മൾ ചെയ്യണം? നമ്മളെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ലിവ്ലിഹുഡിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുകയാണ് കരിയറിലൂടെ. അപ്പോൾ ആ കരിയർ എന്താവണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഒരു തൊഴിലാളി ആവണോ അല്ലെങ്കിൽ ഒരു എൻ്റർപ്രണർ ആണോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഇപ്പോൾ തൊഴിലാളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപ്ലോയി എന്ന് പറയുന്നത് രണ്ടുപേരും സമൂഹത്തിൽ വേണം. എംപ്ലോയിയും വേണം, എംപ്ലോയറും വേണം. പക്ഷേ ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായത് നമ്മളുടെ രുചിക്കനുസരിച്ച് ഏതാണ് നല്ലത് നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ ഞാനത് പറഞ്ഞു വരുന്നത് നമ്മളെ സ്കൂൾ സിസ്റ്റത്തിൻ്റെ, ഞാനൊരു അധ്യാപകനാണ്. സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ സിസ്റ്റം ഓൾവേസ് പ്രിപ്പയറിങ് അസ് ടു ബി എൻ എംപ്ലോയീസ് ആവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് നമ്മളെ കുറേ കാര്യങ്ങൾ മക്കപ്പ് ചെയ്ത് പഠിച്ചു പോകുന്നു, എന്നിട്ട് എംപ്ലോയർ ആവാൻ നമ്മളെ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മയാണത്. ഒരുപാട് എംപ്ലോയീസിനെ ഉണ്ടാക്കുക, അത് മുമ്പത്തെ ഇൻഡസ്ട്രിയൽ ടൈമിൽ ഉണ്ടാക്കപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എംപ്ലോയീസിനെ മാക്സിമം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിലല്ല നടക്കുന്നത്. കുറേ കാര്യങ്ങൾ പഠിച്ചു പോകുന്നു, മക്കപ്പ് ചെയ്യുന്നു, കുട്ടികളുടെ ഇൻട്രസ്റ്റ് ഇല്ലാതെ അവർ വന്ന് പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് ഓവർകം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ടൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതിപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അത് പെട്ടെന്ന് നടത്തില്ല. ഒരുപാട് എക്സ്പീരിയൻസിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ നടക്കുള്ളൂ. പക്ഷേ അങ്ങനെ ഒന്ന് ഉണ്ടാക്കുന്നത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും, വളരെ ഉപകാരപ്പെടുന്ന കാര്യമായിരിക്കും, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഫ്രീഡം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായി. അതായത് നമുക്ക് സാമ്പത്തിക ഫ്രീഡം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പണത്തിൻ്റെ അടിമകളാവേണ്ടി വരുന്നില്ല, അല്ലേ? പണം നമ്മളെ ജീവിതത്തിൽ നമ്മളെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ പല കാര്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. പണത്തിൻ്റെ പുറകെ നമ്മളെ സമയം നമ്മൾ കളയും, നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു, പെയിൻഫുള്ളായ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വളരെയധികം നഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള ജീവിതം ജീവിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയാണ്. ആ ഉത്തരവാദിത്തം എങ്ങനെ നിർവഹിക്കണമെന്ന് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, നമുക്ക് ഓരോരുത്തരുള്ള ആ കോൺഷ്യൻസ് വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെ നിർവഹിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, അതായത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സമയം പോലും പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് പൂർണ്ണമായി നമ്മൾ അതങ്ങനെ ഡെഡിക്കേറ്റഡ് ആയി പോകുന്നു. അൺനോയിങ്ലി നമ്മളെ മനസ്സും ശരീരവും കണ്ണും കാതും ജീവനും ഒക്കെ അതിലങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ കാര്യമുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അപ്പോൾ ആ കാര്യത്തിൽ എന്തെങ്കിലും പ്രൊഫഷൻ ഉണ്ടോ എന്ന് നോക്കുക, അതിൽ എൻ്റർപ്രണർഷിപ്പ് നടത്താൻ പറ്റുമോ എന്ന് നോക്കുക, അതിൽ നമുക്ക് ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള മേഖലകൾ കണ്ടാൽ അതിൽ അങ്ങ് കോൺസെൻട്രേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സക്സസ്. കാരണം നമുക്കറിയാം ഈ ഒരു മേഖലയിൽ വേറെ ആരും നമുക്ക് പറയേണ്ടി വരുന്നില്ല, പോസ്റ്റ്ഫുൾ ചെയ്യേണ്ടി വരും. നമുക്ക് ഏറ്റവും ഇഷ്ടമാണ്, ടൈം നമ്മളതിൽ സ്പെൻഡ് ചെയ്യാൻ ഒക്കെയാണ്. അങ്ങനെ ഒരു കാര്യം ആദ്യം തീരുമാനിക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. പിന്നീട് നമ്മൾ ഫെയിലിയർ എന്ന് പറയുന്നത് സ്കൂൾ സിസ്റ്റത്തിൽ വളരെ മോശപ്പെട്ട ഒരു കാര്യമായിട്ട് മാറും. പക്ഷേ ഫെയിലിയർ ഏറ്റവും പ്രധാനമാണ്. നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ഫെയിലിയർ സംഭവിച്ചിരിക്കണം, തോൽപ്പിയിട്ടേ നമ്മൾ പഠിക്കാൻ പറ്റുള്ളൂ. പഠനം ശരിക്കും തോറ്റിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ. എക്സ്പെരിമെൻറ്റേഷൻ എന്നോ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നതൊക്കെ എന്താണ് ചെയ്യുന്നതൊക്കെ ഫെയിൽ ചെയ്ത് വെച്ചിട്ട് അത് അവസാനം ഫെയിലിനെ നമ്മൾ പരമാവധി ഇല്ലാതാക്കിക്കൊണ്ട് അവസാനം സക്സസ്സിലേക്ക്. അപ്പോൾ ഫെയിൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇന്നേവിറ്റബിൾ തിങ്.
ഓക്കെ. അപ്പോൾ അതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രധാനം. ഫെയിലിയർ തീരെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അത് പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നീട് ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. അതായത് ആവശ്യമില്ലാത്ത കാര്യം പഠിക്കേണ്ട ആവശ്യമില്ല. എന്തിനും ഒരുപാട് സമയം, നമ്മളെ സമയം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടാണ്. ആ ഉള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ സമയം വളരെയധികം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പ്രാധാന്യം കൊടുക്കാൻ നമുക്ക് നമ്മളെ ഒരു എനേബിൾ ആക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ഏരിയ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ സമയം ഒരിക്കലും കളയില്ല. നമ്മൾ ആ ഏരിയയിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും, ഉറപ്പാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. പിന്നീട് എൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ഞാനും സാമ്പത്തികമായിട്ടുള്ള ഒരു ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു മനസ്സിനൊരു ഹാപ്പിനെസ് ഇല്ല. ഹാപ്പിനെസ് ഉണ്ടാവും എപ്പോഴാണ്? നമുക്ക് സാമ്പത്തിക ഫ്രീഡം ഉള്ളപ്പോഴാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പ്രധാനപ്പെട്ട ഫാമിലിയായിട്ടൊക്കെ ഒരു സമയം കണ്ടെത്താൻ കഴിയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഹാപ്പിനെസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സോഷ്യൽ റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിനൊക്കെ സമയം നമുക്ക് കണ്ടാൽ, അല്ലാതെ നമ്മൾ വെറും മെക്കാനിക്കലി കുറേ കാര്യങ്ങൾ ചെയ്ത് തീർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്വാളിറ്റി ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പോൾ ആ ക്വാളിറ്റിയുള്ള ജീവിച്ച് മരിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശം. അത് നമ്മളുടെ ഗോഡ് അല്ലെങ്കിൽ നമ്മളെ ക്രിയേറ്റർ നമുക്ക് ചെയ്യാൻ നമ്മളെ ഉത്തരവാദിപ്പിച്ച കാര്യമാണ്, ഏൽപ്പിച്ച കാര്യമാണ്. നമ്മളുടെ മനസ്സ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ, ഈ ഒരു അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ട് നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അത് നമ്മൾ നേടിയെടുക്കുക, അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ വിമുക്തി എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മൾ തുടങ്ങുന്നത്. എൻ്റർപ്രണർഷിപ്പ്, അതുപോലെ ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ പ്രധാനമാണ്. നമുക്കൊരു പണത്തെക്കുറിച്ചോ പണത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചോ പണം എങ്ങനെ മാനേജ് ചെയ്യാമെന്നതിനെ കുറിച്ചോ ഒന്നും നമ്മൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല. മനസ്സിലായില്ലേ? നമുക്കെങ്ങനെ കൂടുതൽ വൈസായിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കാം, കൂടുതൽ അസറ്റുകൾ ഉണ്ടാക്കി നമുക്കതിൽ നിന്ന് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാം. എന്നിട്ട് അല്ലാതെ വെറുതെ ഒരു റാറ്റ് റേസിൽ ഇങ്ങനെ പോവാതെ, മെക്കാനിക്കലി ജീവിക്കാതെ അസറ്റിലൂടെ നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലെത്തുകയും നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സമയം ചിലവഴിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ജീവിതം നമ്മൾ ജീവിച്ചു എന്ന്. അല്ലാതെ റാറ്റ് റേസിലാവുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ സമയം പെയിൻഫുള്ളായിട്ട് നഷ്ടപ്പെടുകയാണ്. നമ്മൾ മെക്കാനിക്കൽ റോബോട്ടുകളായിട്ട് മാറുകയാണ്. റോബോട്ടുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം വേണ്ടത്. മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയല്ല, ക്വാളിറ്റിയുള്ള ജീവിതം ജീവിക്കണം. അതിന് വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലായി? അത് ഓരോ ഇൻഡിവിജ്വൽ മനസ്സിലാക്കിയെടുക്കണം. എംപ്ലോയി എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എംപ്ലോയി ആവാം. അതെപ്പോഴാണ്? ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് ശേഷം നിങ്ങൾക്ക് എംപ്ലോയി ആവാം, നോ പ്രോബ്ലം. ബട്ട് ഇഫ് യു ലൈക്ക് ദാറ്റ്, ഇഫ് യു ആർ ഡെഡിക്കേറ്റിംഗ് ദാറ്റ് പൊസിഷൻ, ഇറ്റ്സ് ഓക്കെ. അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ഹാവ് ദ ഫൈനാൻഷ്യൽ ഫ്രീഡം. എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷന് അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാ മനുഷ്യന്മാർക്കും, എല്ലാ ഇൻഡിവിജ്വലിനും കഴിയും. അതായത് ഇത് ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സിസ്റ്റത്തിലെ ഒരു കാര്യമല്ല ഇത്. അതായത് കുറച്ച് ക്യാപിറ്റലിസ്റ്റ് ഉണ്ടാവും, കമ്മ്യൂണിസ്റ്റ് ആളുകൾ, അത് സ്ലേവറായിട്ട് ആവശ്യമില്ല. ഇത് വിദ്യാഭ്യാസത്തിൻ്റെ അപാകതയുടെ കുറവാണ്. ഇതൊരു കണ്ടൻഷൻ അല്ല. എത്ര ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടോ എല്ലാവർക്കും ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടാൻ പറ്റും. കാരണം പരസ്പരമാണ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഈ എഡ്യൂക്കേഷൻ്റെ പോരായ്മ കൊണ്ടാണ് നമ്മളെ സമൂഹത്തിൽ പാവപ്പെട്ട ഒരുപാട് കുമിഞ്ഞു കൂടുന്നത്, പണക്കാർ ഒരുപാടുണ്ടാവുന്നതും. അല്ലാതെ പണക്കാർ പാവപ്പെട്ടവൻ്റെ എല്ലാം നേടിയെടുക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് അതിൻ്റെ വിദ്യാഭ്യാസമുണ്ട്, അപ്പോൾ അവർ പണക്കാരാവുകയാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും നല്ല രീതിയിൽ ഏറ്റവും നല്ലൊരു ജീവിതം ജീവിക്കുക എന്നുള്ള ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ്. അതിനുള്ള എല്ലാ സാധ്യതയും ഇവിടെ ഉണ്ട്. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ അപാകത, അവയർനെസ്സിൻ്റെ അപാകത, ആ അവയർനെസ് ഉണ്ടാക്കുക, ആ ഒരു വിദ്യാഭ്യാസം നേടിക്കെടുക്കുക. അതിനുവേണ്ടി കാര്യങ്ങൾ എല്ലാ മനുഷ്യരെയും ലോകത്ത് ഓരോ ഭാഗങ്ങളിലും അത് പഠിപ്പിക്കുക, അവരെ എനേബിൾ ആക്കുക. അത് അറിഞ്ഞ ആളുകളെ, ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്ത ആളുകളെ കൊണ്ട് പഠിപ്പിക്കുക. വളരെ തിയറിറ്റിക്കലായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളതിന് പകരം അങ്ങനത്തെ ആളുകളെ വെച്ച് കോച്ച് ചെയ്യുക എന്നതാണ്. റിച്ച് ഡാഡ് റോബർട്ട് കിയോസാക്കിനെ എങ്ങനെയാണോ എനേബിൾ ആക്കിയത്, ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ച്, അതേപോലെ ഓരോ ഭാഗങ്ങളിലും റിച്ച് ഡാഡ്സ് ഉണ്ടാവാം. അവരെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ റിച്ച് മാംസ് ഉണ്ടാവാം, അവരെ ഉപയോഗിച്ചിട്ട് ഒരു തലമുറയെ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരെ നമ്മൾ കോച്ച് ചെയ്തിട്ട് എല്ലാ മനുഷ്യർക്കും ക്വാളിറ്റിയുള്ള ജീവിതം ജീവിക്കാൻ കഴിയുക, സമാധാനമുള്ള, സന്തോഷമുള്ള, ഏറ്റവും നല്ല ജീവിതത്തിന് അർത്ഥമുള്ള ജീവിതം ജീവിക്കാൻ കഴിയുക എന്നുള്ള ഒരു